കാശ്മീരിലെ പുൽവാമയിലും ഷോപ്പിയാനിലും 3 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ള അക്സാൻ ഉൾ ഹഖ്, ഹാരിസ് അഹമ്മദ്, ഷാഹിദ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഇതോടെ 5 ഭീകരരുടെ വീടുകളാണ് സൈന്യം തകർത്തത്. വിശദാംശങ്ങളുമായി സോന സുരേഷ് ചേരുന്നുണ്ട്. സോന, പാക് ഇന്ത്യ പ്രകോപനം നിലനിൽക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കാർത്തു, ഇന്നലെയാണ് ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത്. പ്രാദേശിക ഭരണകൂടവും സുരക്ഷാ സേനയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ 3 പേരുടെ വീടുകളാണ് തകർത്തിരുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഷോപ്പിയാനിലെ അതുപോലെ പാകിസ്ഥാൻ കമാൻഡറായിട്ടുണ്ടായിരുന്ന ഒരു ഷാഹിദ് അഹമ്മദിൻ്റെ വീടായിരുന്നു ഇന്നലെ തകർത്തിരുന്നത്. ഷോപ്പിയാനിലായിരുന്നു ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ വീടാണ് ഇന്നലെ സുരക്ഷാ സേനയും പ്രാദേശിക ഭരണകൂടം തകർത്തത്. അതിൽ കാരണമായി ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഷാഹിദ് അഹമ്മദ് എന്ന് പറയുന്ന ആൾ തീവ്രവാദ സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നും കഴിഞ്ഞ 3-4 വർഷമായി ഇയാൾ അവിടെ അവർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്തിരുന്നതെന്നും മറ്റുമുള്ള കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. മാത്രമല്ല, അതിനുശേഷം പുൽവാമയിലും 2 ഭീകരരുടെ വീടുകൾ തകർത്തിരുന്നു. പുൽവാമയിൽ തകർത്തത് അഫ്സൽ ഉൽ ഹഖ് ഷെയ്ഖും അതുപോലെ ഹാരിസ് മുഹമ്മദ് എന്നിവരുടെ വീടുകളാണ്. ഇവർക്ക് ആക്രമണത്തിൽ നേരിട്ട് പങ്കില്ല. എന്നാൽ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുക മറ്റുമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയവർക്കുള്ള എല്ലാ സഹായങ്ങളും, അതായത് വസ്ത്രങ്ങൾ, അതുപോലെ അവർക്ക് ആഹാരം, അതുപോലെ ഇവർക്ക് യാത്രാ സൗകര്യങ്ങൾ, മറ്റ് എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുത്തിരുന്നത് ഈ 2 ഭീകരരാണ്. അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ഇവർക്ക് പാകിസ്ഥാനിൽ നിന്നും മറ്റും പരിശീലനം ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവർ കാശ്മീരിലേക്ക് എത്തി ഇങ്ങനൊരു ആക്രമണത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് നടത്തിയ ഗൂഢാലോചന ഭാഗമായാണ് ഇങ്ങനൊരു ആക്രമണം നടത്തിയത്. ഇതിനുശേഷമാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ ഈ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിന്നു എന്നൊരു പങ്കാണ് ഇവരുടെ മേലുള്ളത്. മാത്രമല്ല, പുൽവാമയിലായിരുന്നു ഈ 2 വീടുകളും സ്ഥിതി ചെയ്യുന്നത്. പുൽവാമയിലെ മുറാനിലായിരുന്നു ഈ പറയുന്ന അഫ്സാൻ്റെ വീടും അതുപോലെ കാച്ചിപ്പോറയിലായിരുന്നു ഹാരിസ് മുഹമ്മദിൻ്റെ വീടാണ് ഇന്നലെയോടെ പ്രാദേശിക ഭരണകൂടം മറ്റും ഇടിച്ചു തകർത്തിരുന്നത്. കാർത്തു.